കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ആരാണ് പുതിയ ഉടമസ്ഥർ, വിൽപ്പനയുടെ കാര്യം എവിടെ വരെയൊക്കെയായി എന്നെല്ലാം അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. ഇപ്പോൾ ഇതാ ബ്ലാസ്റ്റേഴ്സിന്റെ വിൽപ്പനയെ സംബന്ധിച്ച ഏറ്റവും പുതിയ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കുറഞ്ഞത് ആദ്യത്തെ ഒരു 6 മാസത്തേക്കുള്ള ഇന്റീരിയം അറേഞ്ച്മെന്റ്സും എല്ലാം ഇതുവരെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വിൽപ്പനയ്ക്ക് മുമ്പുള്ള കൃത്യമായ പരിശോധനകളെല്ലാം നടന്നു കഴിഞ്ഞു എന്നും അവർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ ഒരു സങ്കീർണമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ അനുമതി ഇതിന് അത്യാവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 500 കോടിയുടെ ഒരു കേസ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഉടമസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. ആ ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നതിനാൽ അതായത് സുപ്രീം കോടതിയുടെ ഒരു അനുമതി ഈ ഒരു വിൽപ്പനയിൽ ആവശ്യമാണ്. മറ്റൊരു കാര്യം, ഈ ഡീലിന്റെ പേപ്പർ വർക്കുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഫുൾ പേയ്മെന്റും ഇപ്പോൾ പെൻഡിങ്ങിലാണ് ഉള്ളത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, ബ്ലാസ്റ്റേഴ്സ് പാർട്ടിസിപ്പേഷൻ ഫീസ് ഫുൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ISL കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, ഈ ആഴ്ച തന്നെ ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ക്ലബ്ബ് പ്രതീക്ഷിക്കുന്നതായും അവർ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ.